ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് അതൊന്ന് കാണാം. രസമാണ്. നമുക്ക് ഈ 1.5 മണിക്കൂർ ഇങ്ങനെ ഇവിടെ വേദന എടുക്കും. ചിരിച്ച് കണ്ടിന്യൂസ് നമുക്ക് ചിരിക്കാനുണ്ട്. അഖിൽ മാരാർ MLA, വിദ്യാഭ്യാസ മന്ത്രി, എന്തൊക്കെയായിരുന്നു അവിടെ താമസിക്കുന്നത്. സോപ്പ് ഇട്ടതൊന്നും കാര്യമില്ല. എൻ്റെ അഖിൽ മാരാർ MLA ആവാൻ ആഗ്രഹിച്ച അഖിൽ മാരാറെ ഉള്ളവർ നമ്മോടുള്ള ഓവർ സ്നേഹം കാരണം നമ്മൾ നശിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കരുത് അല്ലേ. അപ്പം അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും നമ്മൾ എടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമേ ഉള്ളൂ. അവർക്കെതിരെ ആഭിചാരം ചെയ്തിട്ടിരിക്കുന്നു. എങ്ങനെയാല്ലേ 35 കേസ് എടുത്തതിൽ ഒരു 27-29 കേസോളം ആഭിചാരം ചെയ്തതിൻ്റെ പേരിൽ. അത് ആരാ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ബന്ധുക്കൾ തന്നെ. മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലുള്ള ആഭിചാരം ചെയ്യുന്ന ബന്ധുക്കളാണ് നമുക്കുള്ളതെന്ന് അറിയുമ്പോൾ ഷോക്കിംഗ് ആണിത് കേട്ടിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ കോമഡി കുക്കിൻ്റെ 6ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡ് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായം. തുടക്കം തന്നെ ജിസൈലിനെ വാടോളം പുകഴ്ത്തിക്കൊണ്ടാണ്. ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് ജിസൈലിനെ പൊക്കിയടിക്കാൻ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ജിസൈലിന്. അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നന്നായി ചെയ്യാൻ പറ്റും. പക്ഷേ ജിസൈലിന് എന്തോ അതിനോട് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആള് ചെയ്യുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് തള്ളിക്കേറാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഷോ ഡയറക്ടർ ഇപ്പോൾ ജിസൈലിന് ഒരു പഞ്ച് കൊടുക്കാൻ വേണ്ടി മലയാളി മങ്കയായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച ആ വിഷുവിൻ്റെ സമയത്ത് കൊണ്ടുവന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് മലയാളി മങ്കയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ജിസൈലിനെ പൊക്കിയടിക്കുന്നു. ഒരുമിച്ച് ഭാവനയോടൊപ്പം തിരുവാതിര കളിക്കുന്നു. ആര്? ജിസൈല് തിരുവാതിര കളിക്കുന്നു എന്ന്. അങ്ങനെ ജിസൈലിനെ പുകഴ്ത്തിക്കൊണ്ട് ജിസൈലിനെ ജിസൈൽ പോലെയുള്ള ഓരോ ആളോട് ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ ഒന്ന് കാണണേ പ്രേക്ഷകരെ എന്ന് കാണിക്കുന്ന രീതിയിലായിപ്പോയി. എന്തായാലും തുടക്കം അങ്ങനെ ജിസൈലിൻ്റെയും ട്വിങ്കിളിൻ്റെയും ഭാവനയുടെയും തിരുവാതിരയോട് കൂടിയിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കം. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അഡ്വാൻറ്റേജ് ടാസ്കിന്റെ വിന്നറെ അനൗൺസ് ചെയ്തുകൊണ്ടാണ്. ഈ ആഴ്ചയിലെ അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് സാബുചേട്ടൻ്റെയും അശ്വിൻ്റെയും ടീമാണ്. അഡ്വാൻറ്റേജ് ടാസ്ക് ഈ ആഴ്ചയിലെ വിൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് കിട്ടാൻ പോകുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ട് തോന്നുന്ന നല്ലോണം കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മളുടെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. സാബുചേട്ടൻ്റെയും അശ്വിൻ്റെയും ടീമിന് മറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ടീമിനെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യിപ്പിക്കാം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യിപ്പിക്കാം. എന്താ സുഖം! നല്ലോണം കുക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് ആരായിരിക്കും? അവിടെയുള്ള എല്ലാവരും പറഞ്ഞു അനുമോൾക്ക് പണിയായെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ജിയോ മച്ചാൻ അത് എടുത്തു പറയുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അനുമോൾക്ക് അപ്പോൾ പണിയായെന്ന്. എന്താ ബാക്കി ആരും കുക്ക് ചെയ്യില്ലേ? അനുമോൾ മാത്രം കുക്ക് ചെയ്യത്തുള്ളൂ? അവർ തന്നെ സമ്മതിച്ചു ഏറ്റവും നല്ലോണം കുക്ക് ചെയ്യുന്ന ആള് അനുമോളാണെന്ന്. ഏതായാലും വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിൽ പൂക്കീസിനെ കൊണ്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള പരിപാടികളും ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് ബാലാമണിക്കും അനുമോൾക്കും കിട്ടുന്ന ഒരു 8-8 16 പണി എന്നാണ് ട്വിങ്കിൾ പറഞ്ഞത്. ഏതാണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുമോളെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും പോയി അല്ലേ. ഇപ്പം ആ കോമഡി കുക്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾ ഇങ്ങനെ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയല്ലേ. നിങ്ങൾ എന്തിനാ അനുമോളെ കൂടുതൽ ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്? ഹൈപ്പ് കൊടുക്കും, അനുമോള് കയറി പോകും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല. അനുമോളുടെ മുടി അഴിക്കുന്നു, അനുമോളുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കുന്നു, അനുമോളെ ചെരുപ്പ് കളിയാക്കുന്നു, എന്തൊക്കെയാണ്. അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഇവർ കഷ്ടപ്പെടുന്നത്, ഇവരൊരു കണ്ടന്റ് ആക്കാൻ നോക്കുന്നത് അനുമോളെയാണ്. അനുമോൾ എവിടെ നിന്നാലും ഒരു കണ്ടന്റ് ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങളൊക്കെ പറയാം അനുമോളെ പൊക്കിയടിക്കാൻ അവൾ വന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ ആദ്യം ആ ഒരു എപ്പിസോഡൊന്ന് പോയി കാണും. എപ്പിസോഡ് കഴിഞ്ഞു, ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉണ്ടാവും, ഒന്ന് പോയി കാണും. എന്നിട്ട് പറ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. കഴിഞ്ഞ ദിവസം എന്നോട് ആരൊക്കെ പറഞ്ഞു, നീ എന്താ മീനാക്ഷിയുടെ PR ആണെന്ന്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്ത് ആ PR ആണെന്ന് പറയും. ഇതാണ് നമ്മൾ മലയാളികളുടെ പ്രശ്നം. അനുമോളെ സപ്പോർട്ട് ചെയ്തപ്പോൾ അനുമോളുടെ PR, അശ്വിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അശ്വിൻ്റെ PR. പിന്നെ അനുമോളെ അശ്വിനെ മാത്രം എങ്ങനെ പൊക്കിയടിക്കണമെന്ന് വെച്ചിട്ട് അവിടെയുള്ള പിന്നെ നല്ലോണം ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ മീനാക്ഷിയാണ്. മീനാക്ഷിനെ പൊക്കിയടിച്ചപ്പോൾ മീനാക്ഷിയുടെ PR. ഇന്ന് ഞാൻ ഡെയിനെ പൊക്കിയടിക്കാനാണ് വന്നിരിക്കുന്നത്. ഡെയിൻ അടിപൊളിയായിരുന്നു ഇന്നലെ. അപ്പം ഞാൻ ഇന്ന് ഡെയിൻ്റെ PR ആയിരിക്കും അല്ലേ. എന്തായാലും ഈ ഒരു ഷോയിൽ നന്നായി പെർഫോം ചെയ്യുന്നത് അനുമോളും അശ്വിനും മീനാക്ഷി ഇന്നലെ കുറച്ച് ഓവറായിരുന്നു, ശരിയാണ്, ഞാൻ യോജിക്കുന്നത് നിങ്ങളോട്. മീനാക്ഷിയും ഡെയിനുമാണ്.
അവരെ വെട്ടിക്കാൻ വേറെ ആരുമില്ല. ഇവരാണ് അടിപൊളിയായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന. ചിരിച്ച് നമുക്ക് ഇവിടെ വേഗം എടുക്കും. അടിപൊളിയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അഡ്വാൻറ്റേജ് ടാസ്ക് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് സാബു ചേട്ടനും നമ്മുടെ അശ്വിൻ പൂക്കിയും കൂടി അങ്ങോട്ട് അറമാദിച്ചു. അനുമോൾ അവസാനം കരയുക വരെ ചെയ്തു. കരയുക എന്ന് പറയുന്നത് ഒരു ഗെയിം വിൻ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് ആരും കാണണ്ട. ഒരാളെ തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായാലും ഒരു സങ്കടമൊക്കെ വരും. കാരണം കഴിഞ്ഞ ആഴ്ച അനുമോളെയാണ് ഇതുപോലെ സുചിത്ര വിളിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്തു. പിന്നെ അനുമോളുടെ ഗ്യാസ് സ്റ്റവ് ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കിക്കൊണ്ടിരിക്കുന്നു. ബീഫാണ് ഒന്നാമത്തെ കിട്ടിയത്, അതൊക്കെ പറയാട്ടോ. അപ്പോൾ അതൊക്കെ ബീഫ് വേവും അറിയാലോ, ടൈം എത്ര ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ബീഫൊക്കെ വേവാനായിട്ട് ഒരല്പം പാടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് സ്റ്റവ് കൂടി ഓഫാക്കിയാലോ. എന്നിട്ടും അനുമോള് തോറ്റില്ല എന്നുള്ളതാണ് അതിലെ ട്വിസ്റ്റ്. എന്നിട്ടും തോറ്റില്ല. അതാണ് പറഞ്ഞത്, കഴിവുള്ളവരെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ടതേ. ടൈമും പോകും, നമ്മളാരും ശല്യം ചെയ്താൽ അതൊക്കെ എൻജോയ് ചെയ്തെടുക്കണം. എന്തിനാ അനുമോളിങ്ങനെ കിടന്ന് കരയുന്നത്? പക്ഷെ അനുമോൾ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് കരയുന്നത്. സ്വാഭാവികമായിട്ടും അനുമോളെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം, അനുമോള് കരയും, ചെറിയൊരു കാര്യത്തിന് കരയും. അത് ഇമോഷൻസ് പുറത്തു വിടണം. ചുമ്മാ കെട്ടിപ്പൂട്ടി മനസ്സിൽ വെച്ചിട്ട് എന്തിനാ പുറത്തു വിടുക ഇമോഷൻസ്? കരയണേ കരയും. കോമഡി കുക്ക് അത്. അപ്പോൾ കോമഡി കുക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം കുറച്ച് സീരിയസ് ആയി പോയി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഇതൊക്കെ വേണ്ടേ? എല്ലാം കൂടി ഉള്ളതല്ലേ ഒരു ഷോ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിലെ കോമഡി കുക്ക് എന്ന് പറയുന്ന ഷോയുടെ തീം എന്ന് പറയുന്നത് മെഗാ കുക്കാണ്. അപ്പോൾ എന്താണ് ഫുഡ്, എന്ത് ഐറ്റംസ് ആണ് ഇവർ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ അതിന് ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ടീം, അതായത് ഈ ഷോയിലെ ഡയറക്ടർ തീരുമാനിക്കും. ഒരുപാട് ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതാണ് അവർ കുക്ക് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ 5 കിലോ ഉണ്ടാവും, 3 കിലോ ഉണ്ടാവും, 10 കിലോ ഉണ്ടാവും, 1 കിലോ ഉണ്ടാവും, 1/2 കിലോ ഉണ്ടാവും. അതൊന്നും മാറ്റർ അല്ല. എന്ത് നിങ്ങൾക്ക് കിട്ടിയാലും അത് കുക്ക് ചെയ്യുക. എന്തുണ്ടെങ്കിലും അത് വെച്ച് ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ, വാഴപ്പിണ്ടി വെച്ചിട്ട് ബജ്ജി വരെ ഉണ്ടാക്കാം. ബജ്ജി അല്ല, ബോണ്ട വരെ ഉണ്ടാക്കാം. അത് ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ് ശബരീഷ്. അപ്പോൾ ഗംഭീരമായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചതെങ്കിലും ഇതിൻ്റെ ഇടയിൽ നടന്ന ചില കാര്യങ്ങളാണ്. ഇതിപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്ന് ബോക്സ് എടുത്തുകൊണ്ട് വരുന്നു. ബോക്സിൻ്റെ ഉള്ളിൽ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. തുടക്കം സുചിത്രയിൽ നിന്നാണ്. സുചിത്രയും രാജമാണിക്കും, അതായത് മീനാക്ഷിയും കൂടി എടുത്തിരിക്കുന്നത് കോഴിയാണ്. നല്ല മഞ്ഞളൊക്കെ പുരട്ടി വേവിച്ച് വെച്ചിരിക്കുന്നത്. ഹാഫ് ബോയിൽഡ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അല്ലെങ്കിൽ സ്മെല്ല് വരില്ലേ? ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ചിക്കൻ ആണെന്ന് തോന്നുന്നു. ചിക്കൻ അത് ഫുൾ കോഴി, അത് കട്ട് ചെയ്ത് അരിഞ്ഞ് ഒരു ഐറ്റം ഉണ്ടാക്കണം. കോഴിയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. അത് വലിയ അതും ഒരു കോഴി എന്ന് പറയുമ്പോൾ 1 കിലോ ഒക്കെ മാക്സിമം ഉണ്ടാകും അല്ലേ? അത്രയൊക്കെ ഉള്ളൂ, വലിയ സീനില്ല. പിന്നെ അടുത്ത് അശ്വിനും സാബു ചേട്ടനും കിട്ടിയത് സ്ക്വിഡാണ്. എന്താ കൂന്തൽ, കണവ എന്നൊക്കെ പറയും. അതിങ്ങനെ ഭയങ്കര വഴുവഴുപ്പ് അത് തൊടുമ്പോൾ തന്നെ. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. അത് മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അടിപൊളിയാണ്. പക്ഷെ ഇവർ വേറെന്തോ ഐറ്റമാണ് ഉണ്ടാക്കിയത്. കാണുമ്പോൾ വലിയ ഇതില്ല, പക്ഷെ അവർ കഴിച്ചിട്ട് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്കിതെന്താ വേവാത്ത. അതും പലരും പലതരത്തിലാണ് സ്ക്വിഡ് വേവിക്കുന്നത്. ഇവരെന്തോ ആദ്യം ആവി കൊള്ളിച്ച്, അത് വേവാൻ കുറേ ടൈം എടുക്കുമല്ലോ, ഇതെല്ലാം കൂടി ആവി കൊള്ളിച്ച് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ റോസ്റ്റൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. ഇതിൻ്റെ അതിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഈ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. പക്ഷേ അവർ വേറെന്തോ ഐറ്റമൊക്കെ ഉണ്ടാക്കിയത്, അത് കണ്ടിട്ട് പോലും എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവരൊക്കെ കഴിച്ചിട്ട് നല്ലതൊക്കെ പറയുന്നുണ്ടായിരുന്നു, വേറൊരു ടേസ്റ്റ് എന്നൊക്കെ പറയണോ. എന്തായാലും അത് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ്. അതിലുള്ള മഷിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളയണം. ഭയങ്കര ക്ലീൻ ചെയ്യുമ്പോൾ വഴുവഴുപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോമഡി രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് സന്ധ്യാമ്മക്കും നെവിനും കിട്ടിയത് ചേനയാണ്. സന്ധ്യാമ്മക്ക് ഈ ആഴ്ച 2 ചേനയാണ്, നെവിൻ ചേനയും ഒറിജിനൽ ചേനയും. ചേന കിട്ടിയിട്ട് നെവിൻ പറയുന്നുണ്ട്, ചേനയാണെന്ന് കരുതി ആരും ഞങ്ങളെ തള്ളിക്കളയണ്ട. ചേന എന്ന് പറയുന്നത് പണ്ടുള്ളവർ ജീവിച്ചത് ചേന കൊണ്ടാണ്. പണ്ടുള്ളവർ ജീവിച്ചത് ചേന കൊണ്ടാണോ? അതെന്താ? പുള്ളി ഉദ്ദേശിച്ചത് കൃഷിയാണ്. മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാക്കുന്ന ഓരോരോ ഐറ്റം ആണ്. എൻ്റെ പൊന്നു നെവിനെ, അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. ബിഗ് ബോസിലുള്ളവരൊക്കെ മിണ്ടാതിരിക്കും. നെവിൻ പറയുന്നത് ഭയങ്കര ബുദ്ധിയാണെന്ന് എഴുതി. പക്ഷേ അതുപോലെയല്ല ഇത്. ഇവിടെയും ബുദ്ധിയുള്ളവരുണ്ട്, തലയിൽ ഓളുള്ളവരുണ്ട്. അത് നെവിൻ ഉദ്ദേശിച്ചത് മണ്ണിൻ്റെ ഇടയിൽ ആകെ കൂടി ഉണ്ടാകുന്നത് ചേന മാത്രമാണ്. ചേന വിറ്റിട്ടാണ് പണ്ടുള്ളവർ ജീവിച്ചിരുന്നത്. ഹിസ്റ്ററി ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ എൻ്റെ പൊന്നു നെവിനെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുന്നതോ, ക്യാരറ്റ് ഉണ്ടാവുന്നതോ, ബീട്രൂട്ട് ഉണ്ടാവുന്നതോ, ഇതൊക്കെ മണ്ണിലല്ലേ ഉണ്ടാകുന്നത്. കൂർക്ക, അങ്ങനെ എന്തോരം ഐറ്റം ഉണ്ട്. ഡെയിൻ നല്ലോണം നെവിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെവിനൊന്നും മിണ്ടാൻ പറ്റില്ല. കൗണ്ടർ അടിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ കൗണ്ടർ അടിച്ചത് നല്ലതാണ്. ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിനെ പോലെ അല്ല കോമഡി കുക്കിലെ, ഇച്ചിരി ഉള്ളവ ടൈപ്പാണ്. വിനാശും ആടുതോമയും അവർക്ക് വാഴപ്പിണ്ടിയാണ് ഗൈസ് കിട്ടിയത്. വാഴപ്പിണ്ടി, ഈ വാഴപ്പിണ്ടി വെച്ച് എന്തുണ്ടാക്കാനാണ്? വാഴപ്പിണ്ടി വെച്ച് എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല.
പക്ഷെ ഭയങ്കര ഗുണമുള്ള സാധനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വാഴപ്പിണ്ടി വെച്ച് എന്തുണ്ടാക്കാനാ? പക്ഷെ അവരുണ്ടാക്കി ബോണ്ട ഉണ്ടാക്കി അവർ. എന്നാൽ അതിൻ്റെ ഇടയിലും ഒരു കാര്യം ഒപ്പിച്ചിട്ടാ. ഇതിൽ മെഗാ കുക്കാണ്. മെഗാ കുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റവും നമ്മൾ കുക്ക് ചെയ്യണം. അതായത് എത്ര കിലോ ഉണ്ടോ അത് ഫുള്ള് കുക്ക് ചെയ്യണം. ഇവർക്ക് വാഴപ്പിണ്ടി കൊടുത്തിട്ട് ഇച്ചിരി കോളുള്ള വാഴപ്പിണ്ടി വെച്ചിട്ട് അവർ ബോണ്ട ഉണ്ടാക്കി. ബാക്കിയുള്ള വാഴപ്പിണ്ടിക്ക് അങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ചു. അത് കണ്ടുപിടിച്ച് കൊടുത്തു. ഡെയിനും നെവിനൊക്കെ കൂടി അത് കണ്ടുപിടിച്ച് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തു. ഇത് അവസാനം നടന്ന സംഭവമാണ്. ഞാൻ ഈ ഒരു ഫ്ലോയിൽ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ എന്ന് കരുതിയ ഫ്ലോയിൽ പറഞ്ഞതാണ്. ശബരീഷിനെയും ആടുതോമയെയും ഈ ഗെയിമിൽ നിന്നും കഴിഞ്ഞ ദിവസം ഡിസ്ക്വാളിഫൈ ചെയ്തു. മക്കളെ, നിങ്ങൾ ഇതൊക്കെ വല്ല തമാശയായിട്ട് കാണുന്നുണ്ടെങ്കിലും അവസാന സമയത്ത് എലിമിനേഷനിൽ ഇതൊക്കെ പോയിന്റിൽ കൂട്ടും. നിങ്ങൾ ഇതിലൊക്കെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പോയിന്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പുറത്താകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അടുത്തത് ജിയോ മച്ചാനും രംഗണ്ണനും മത്തങ്ങയാണ് കിട്ടിയത്. മത്തങ്ങ വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കാം. ശരിയാണ്, അവർ പായസം തന്നെയാണ് ഉണ്ടാക്കിയത്. നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അത് പക്ഷെ പായസം മാത്രമല്ല കേട്ടോ അവരുണ്ടാക്കിയത്. ഒരു മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കി, പിന്നെ ഹൽവ ഉണ്ടാക്കി. ഹൽവ എന്നല്ല, വേറെ എന്തോ പേരാ പറഞ്ഞത്. 1, 2, 3 ഐറ്റമൊക്കെ അവർ ഒരു മത്തങ്ങ വെച്ച് ഉണ്ടാക്കി. എന്താ അല്ലേ, അടിപൊളി. അത് കിഡിലായിരുന്നു. അത് കഴിച്ച ഉടനെ തന്നെ എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഭാവനൊക്കെ ആണെങ്കിൽ കഴിച്ചത് മതിയായില്ല. എന്തൊരു ടേസ്റ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത് മത്തങ്ങ വെച്ചിട്ട്. അനുമോളും ബാലാമണിയും ഇവർക്ക് ബീഫാണ് കിട്ടിയത്. ചെറിയ ബീഫ് ഒന്നല്ല, 2, 3, 4, 5 കിലോയെങ്കിലും മിക്കവാറും മിനിമം അത് ഉണ്ടാവുമായിരിക്കും. വലിയ കാട്ട ബീഫ് പീസ്. അതും അനുമോൾക്ക് തന്നെ കിട്ടി. ബീഫിൻ്റെ ഇത് സംഭവം നമുക്ക് അറിയാലോ. ഏറിൽ കയറിയ ആൾ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ബീഫ് വിവാദത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അനുമോൾക്കൊരു ബീഫും കൂടിയും കൊടുത്തിരിക്കുന്നത്. ഫുൾ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഫുൾ കുക്ക് ചെയ്തു. പക്ഷെ മര്യാദക്കൊന്നും അവൻകൊച്ചിന് കുക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. എപ്പോൾ നോക്കിയാലും ആശ്വിനുണ്ടല്ലോ അനുമോളുടെ ഫ്ലെയിം ഓഫാക്കി കൊണ്ടിരിക്കണം. അനുമോൾ അറിയുന്ന പോലെ രണ്ടിപ്പുറത്തുനിന്ന് സ്ഥാപിച്ചു പറയാ അവൾ അറിഞ്ഞിട്ടില്ല എന്ന്. കണ്ടന്റ് കിട്ടാൻ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ, സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാൻ അനുമോള് വേണമെന്ന് ഒരിക്കൽ കൂടി ഇവരൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരോട് ഇങ്ങനെ കളിച്ചാലും അവരൊന്നും ഇങ്ങനെ ആയിരിക്കലും എടുക്കുക. അനുമോളായതുകൊണ്ട് ആ ഒരു സെൻസർ എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അനുമോളോട് ഈ ഒരു ഫ്രീഡം ഒക്കെ അവർ കാണിക്കുന്നത്. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ പാവം, അതിന് മര്യാദക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പറ്റി കാണിച്ചുകൂടെ എൻ്റെ പൊന്ന് അശ്വിനൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്താന്നൊക്കെ അറിയാം. എങ്കിൽ പോലും കുറച്ച് കിടന്നു പോയി. മര്യാദക്ക് കുക്ക് ചെയ്യാൻ പോലും അതിന് പറ്റിയിട്ടില്ല. ഒരു അൻസിബയും റോക്കി ബായും സുബിനും അവർക്ക് ഞണ്ടാണ് കിട്ടിയത്. അവരുടെ ഞണ്ട് പോലും കാണാനില്ല. അവസാനം ഞണ്ട് ആരെടുത്തു? ഈ അശ്വിനെടുത്ത് അത് ഒളിപ്പിച്ച് എവിടെയോ മാറ്റി വെച്ച. അവസാനം നമ്മുടെ മഞ്ഞപ്പൊടി കാണാനില്ല, മുളക് പൊടി കാണാനില്ല, നമ്മുടെ വെളുത്തുള്ളി കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ ഓരോ ടീം അന്വേഷിച്ചടക്കാറുണ്ട്. പക്ഷെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഞണ്ട് തന്നെ കാണാനില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയാനാ? അശ്വിനത് ഒളിപ്പിച്ച് വെച്ചാൽ അതുപോലും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന കുക്ക്, അൻസിബ കുക്ക്. എന്ത് പറയാനാ? അൻസിബക്ക് കുക്കിങ്ങിലല്ലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധയുണ്ടായിരുന്നത്. എന്തായാലും അതങ്ങോട്ട് കഴിഞ്ഞു. മഹിയും ഡെയിനും അവർക്ക് കടൽപ്പാറ്റ, ഇത് ഈ ഒരു ഐറ്റം ഞാൻ പലപ്പോഴും മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. കടൽപ്പാറ്റ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കും? അത് നന്നാക്കാൻ തന്നെ എന്തൊരു പാടാ. എന്നിട്ട് മഹി അത് നന്നാക്കി അത് ഉണ്ടാക്കി എടുത്തു എന്നുള്ളതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലെന്നും. പക്ഷേ ഈ ഐറ്റമൊക്കെ നല്ല മസാലയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് ടേസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടീമിനെ കിട്ടി, ഐറ്റം കിട്ടി. മെഗാ കുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ ആഴ്ചയിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എന്താ? ഹിൻഡ്രൻസ് ടൈം. ആദ്യത്തെ 10 മിനിറ്റ് ഹിൻഡ്രൻസ്. ഈ ആഴ്ചയിലെ ഹിൻഡ്രൻസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മുടെ 2 പ്ലേറ്റ് തരും. അതാണെങ്കിൽ ഒരു വൃത്തിയില്ലാത്തൊരു ഷേപ്പില്ലാത്തൊരു പ്ലേറ്റ്, എന്തൊക്കെയോ ഒരു ഷേപ്പ്. ആ പ്ലേറ്റിൽ കോഴി മുട്ട വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ആദ്യം കുക്ക് ബാലൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹിൻഡ്രൻസ് ടൈമിലാണ് പൂക്കീസ് ബാലൻസ് ചെയ്യേണ്ടത്. ആരൊക്കെ ബാലൻസ് ചെയ്താലും ഇത് താഴെ വീണ് കഴിഞ്ഞാൽ, അതായത് മുട്ട നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ, കുക്കിൻ്റെ കയ്യിൽ നിന്ന് വീണാലും ഈ പറയുന്ന പൂക്കീസിൻ്റെ കയ്യിൽ നിന്ന് വീണാലും പൂക്കീസിന് ഈ കുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. പൂക്കീസിന് മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ പൂക്കീസ് ആരെങ്കിലും വെറുതെ ഇരിക്കോ? ഒരു മര്യാദക്കാരും ടാസ്ക് ചെയ്യോ? ഇല്ല. അതായത് കുക്കിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാൻ മാത്രമല്ല, അവരുടെ മേലൊക്കെ ഒന്ന് മസാജ് ചെയ്യിപ്പിക്കണമെന്ന് പൂക്കീസിന് ഒരു ആഗ്രഹം. അവരങ്ങോട്ട് മുട്ടയൊക്കെ മനഃപൂർവ്വം കൊണ്ട് കളയാന്നേ. ഇവർ സ്വന്തം കയ്യിലുള്ള ഇത് കളയാൻ മാത്രമല്ല, കുക്കിൻ്റെ കയ്യിൽ നിന്നും പോലും തട്ടി
ഇതെല്ലാം നശിപ്പിച്ചു. അങ്ങനെ മസാജ് എല്ലാവരും മസാജ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കുക്കീസ് കൊടുപ്പിച്ചു. കുക്ക് ചെയ്യുക മാത്രമല്ല മസാജ് കൂടി ചെയ്യണം. എന്നിട്ട് അവസാനം കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ജഡ്ജസിൻ്റെ കയ്യിലേക്ക് ഈ ഒരു ഐറ്റം ഡിഷ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു അഭിമാനത്തോടുള്ള നിപ്പുണ്ട് ഓരോ കുക്കീസ്. അവരെന്തോ മല മറിച്ച പോലെയാണ്. എൻട്രൻസിൻ്റെ ടൈമും കാര്യങ്ങളും പനിഷ്മെൻറ്റും എല്ലാം കഴിഞ്ഞ്, പനിഷ്മെൻ്റ് അല്ല, അതിൻ്റെ ഉള്ള ആ ഒരു താഴെ വീണിട്ടുള്ള ഒരു പനിഷ്മെൻ്റ് ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുക്ക് സ്റ്റാർട്ട് ചെയ്തു, ഫുഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ ഈ കഴിഞ്ഞ ദിവസം ക്യാമറമാൻ കാണിച്ചുകൊണ്ടിരുന്നത് അനുമോളുടെ ഒരു ഏരിയയും സാബുചേട്ടൻ്റെ ഒരു ഏരിയ ആയിരുന്നു മാക്സിമം ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അനുമോൾ കുക്ക് ചെയ്യുന്നു, അനുമോളുടെ ഫ്ലെയിം ഓഫ് ആക്കുന്നു. നിങ്ങൾക്കറിയാലോ, കുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ബീഫൊക്കെ വേവാനായിട്ട് എത്ര ടൈം എടുക്കുന്നു. ഒരു കിലോ 2 കിലോ ബീഫ് ആണെങ്കിൽ പോലും ഒരു 4 വേസിലെങ്കിലും മിനിമം വരണം. അപ്പോൾ ഇത്രയും ബീഫ് വേവണമെങ്കിൽ എത്ര ടൈം എടുക്കും? ഇവർക്ക് ഏകദേശം 10-20 മിനിറ്റ് അങ്ങനെ ചെറിയൊരു ടൈമാണ് കൊടുക്കുന്നത്. ഇതിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളൊന്ന് ചോദിക്കും, ഇതാരാണ് എന്നെ ഓഫാക്കുന്നത്, ആരാണ് ഓഫാക്കുന്നത്? അശ്വിൻ അറിയാത്ത പോലെ മനസ്സിലായി അശ്വിനാണെന്നുള്ളത്. അതൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ അതൊക്കെ രസകരമല്ലേ. അവസാനം അനുവാളുടെ മുടി അഴിച്ച് ലാസ്റ്റ് കരഞ്ഞട്ടാ. അവസാനം സഖി എന്തിനു പറയണത്, സഖി കെട്ടിട്ട് അശ്വിനെ ആ ഫ്ലോറ് മൊത്തം ഓടിച്ചിട്ട് ചെരുപ്പെറിഞ്ഞ് അടിച്ച് ഓടിച്ച് കടിച്ച് എന്തൊക്കെയാ ചെയ്തേ. പിന്നെ അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന ബാലാമണി ആണെങ്കിലോ, നമ്മൾ കണ്ടിരിക്കുന്ന ബാലാമണി വീട്ടിലെ എല്ലാ പണിയെടുക്കും, എത്ര പണി കൊടുത്താലും എടുക്കുന്ന ബാലാമണി. പക്ഷേ നമ്മുടെ കോമഡി കുക്കിലെ ബാലാമണി അങ്ങനെയല്ല. മിക്സി ഓണാക്കുമ്പോൾ അത് തെറിച്ച് പൂക്കളം പോലെ മുഖത്തേക്ക് വീഴണം എന്നുണ്ടെങ്കിൽ ആ ബാലാമണിക്ക് എന്തുമാത്രം കുക്കിനെ കുറിച്ച് അറിവുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലോ. അത് ചെറിയൊരു ചെറുക്കൻ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്ത സാബു മോനും അശ്വിനും ആ ഒരു ടൈം എത്തിയത്. ഏത് ടൈം? അവരുടെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാനുള്ളൊരു ടൈം എത്തിയത്. ആരെ സെലക്ട് ചെയ്യുന്നു? അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കുക്ക് ചെയ്യാൻ മര്യാദക്ക് പറ്റിയിട്ടില്ല, ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് പോലും ഇല്ല മര്യാദക്ക്. കാരണം അശ്വിൻ അറിയാം അശ്വിൻ എത്ര തവണത്തോളം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ടും അവർ അനുമോളെ സെലക്ട് ചെയ്തു. അപ്പം എന്താ, അനുമോളെ അവർ പേടിക്കുന്നുണ്ട്. അനുമോള് കുക്ക് ചെയ്താൽ കിടിലമായിരിക്കും അവർക്ക് അറിയാം. അപ്പം പേടിക്കുന്നതുകൊണ്ടാണല്ലോ അനുമോളെ തന്നെ. അല്ലാതെ കുക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്ര പേരുണ്ടായിരുന്നു അവിടെ, പകുതിയോളം വെന്ത് കഴിഞ്ഞിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു. ഒരു പണിയും കഴിയാത്ത അനുമോളെ തന്നെ അവർ ചൂസ് ചെയ്യണമെങ്കിൽ അവർ അത്രത്തോളം ഭയപ്പെടുന്നുണ്ട്. എന്തിനാ അനുമോളെ ഭയപ്പെടുന്നത് നിങ്ങൾ? അതിനെ ചെമ്മീൻ പൊരിക്കാനും അവരുടെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും അനുമോളെ യൂസ് ചെയ്തു. കുക്ക് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അനുമോളൊന്നും വലിയ തരുന്ന ഹെൽപ്പില്ല, ഇട്ടെറിഞ്ഞ് കൊടുക്കായിരുന്നു. എന്നിട്ടും തോറ്റില്ല. പൊതിച്ചോറുണ്ടാക്കി വിത്ത് ബീഫ് നല്ലോണം വരട്ടി വാഴയിലയിൽ പൊതിഞ്ഞ് ചോറ്, മുട്ട പൊരിച്ചത്, ബീട്രൂട്ട് തോരൻ, അങ്ങനെ ഒരു പൊതിച്ചോറിൽ എന്തൊക്കെ ഉണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു അനുമോൾ. ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിന് ടാസ്ക് എല്ലാം കഴിഞ്ഞു. വിധി പറയാനായിട്ട് ഓരോ ഐറ്റം എത്തിക്കുകയാണ്. ഇതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ജിയോ മച്ചാനുമാണ്. ജിയോ മച്ചാനും ശ്രീവിദ്യയാണ് വന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശ്രീദേവിന്ന് എന്തോ പേര് മാറ്റിയാണല്ലേ ശ്രീവിദ്യയുടെ പേര് പറഞ്ഞത്. കുറച്ച് പേരുടെ തിരുത്തിയായിരുന്നു, താങ്ക് യു. അപ്പോൾ ശ്രീവിദ്യ വന്നു. ഇവരെന്താ ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തോ എന്തോ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഹൽവ പോലത്തെ ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് അവർ പറയുന്നത്. കണ്ടാൽ അത്രയ്ക്കും തോന്നില്ലെങ്കിലും പക്ഷെ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഐറ്റത്തിൻ്റെ റെസിപ്പിയൊക്കെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് റെസിപ്പിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് പറയുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്കതിനറിയാം. കോമഡി കുക്കിലും ഒരുപാട് ഐറ്റംസൊക്കെ ഈ ഷോയിലൂടെ നമുക്ക് ഒരുപാട് ഐറ്റമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാം. അതിലൊന്ന് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു ഐറ്റമാണിത്. മത്തങ്ങ കൊണ്ടുള്ള അവരുണ്ടാക്കിയ ഹൽവ പോലത്തെ ഒരു ഐറ്റം. അതെന്താണെന്നുള്ളത് റെസിപ്പിയിൽ ആഡ് ചെയ്താൽ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കി കഴിച്ച് നോക്കാമായിരുന്നു. അല്ലാതെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ജിയോ മച്ചാൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പുള്ളിയുടെ ചാനലിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ഉണ്ടാക്കി കാണിച്ച് തരാറുണ്ട് നമുക്ക്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ച് തരുവാണെങ്കിൽ എൻ്റെ പിന്നെ ജിയോ മച്ചാനെ നമുക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കായിരുന്നു. ഇന്നലെ അത് ഭാവനയൊക്കെ 1-2 എടുത്ത് കഴിക്കുന്നതിനായിട്ട് കൊതിയായി. സന്ധ്യാമയും നിവിനും കൂടി ചേന പായസമാണ് ഉണ്ടാക്കിയത്. മത്തങ്ങ പായസം, ക്യാരറ്റ് പായസം, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ചേന കൊണ്ട് ആരെങ്കിലും പായസം ഉണ്ടാക്കൂടെ? ഉണ്ടാക്കും. അങ്ങ് തിരുവനന്തപുരത്തേക്ക് അങ്ങനെയാണോ? തെക്കോട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? നമുക്ക് ചൊറിയൂലേ? നമ്മൾ ഈ ചേന ഉപ്പേരിയിൽ പുളിയൊക്കെ ഇച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ. പക്ഷെ പായസത്തിൽ പുളിയിടാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവരെന്താ ചെയ്ത്? എന്തായാലും അടിപൊളി എന്നാണ് പറയുന്നത് ചേന പായസം. അതെങ്ങനെയാണ് ഉണ്ടാക്കിയേ? ഇപ്പോൾ കുക്കിംഗ് ഷോ. അപ്പോൾ ഞാൻ കടൽ മച്ചാൻ്റെ ചാനലിലും അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേന പായസം സദ്യാമ ഉണ്ടാക്കി വൈറലാക്കിയ ഈ ചേന പായസമൊക്കെ
ചേനയൊക്കെ എങ്ങനെ പായസം ഉണ്ടാക്കും സന്ധ്യമ്മ? അതൊന്ന് റെസിപ്പി എപ്പോഴെങ്കിലും നിങ്ങളുടെ കടൽ മച്ചാൻ എന്ന് പറയുന്ന ചാനലിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടാൽ സന്തോഷം. പിന്നെ ശബരീഷ് വാഴപ്പിണ്ടി വെച്ച് ബോണ്ട അത് നല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ത് കാര്യം, അവർ കള്ളത്തരം കാണിച്ചുകൊണ്ട് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അവർ ഞാൻ പറഞ്ഞില്ലേ വലിയ ഒരു വാഴപ്പിണ്ടി കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് ചെറിയൊരു വാഴപ്പിണ്ടി വെച്ചിട്ടാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കിയത്. മെഗാ എപ്പിസോഡായിരുന്നു, തീം മെഗയാണ്, അപ്പോൾ എല്ലാം ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ അവരങ്ങോട്ട് കള്ളത്തരം കാണിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ജഡ്ജിമാർ തീരുമാനിച്ചു ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ആടുതോമയും ശബരീഷും ഡിസ്ക്വാളിഫൈഡ് ആയി. അതുകൊണ്ട് അവരുടെ എടുത്തില്ല. എന്നാലും വാഴപ്പിണ്ടി വെച്ചിട്ട് എങ്ങനെയാടേ ഇതൊക്കെ ഉണ്ടാക്കുന്നതില്ലേ? കഴിഞ്ഞ ആഴ്ചയൊക്കെ 3 ടീമിനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആഴ്ച 4 ടീമിനെ സെലക്ട് ചെയ്തു. അതിലൊന്ന് സുചിത്രയും മീനാക്ഷിയും, മറ്റൊന്ന് ജിയോ മച്ചാനും ശ്രീവിദ്യയും, പിന്നെ അനുമോളും ബാലാമണിയും. അതെങ്ങനെ വന്നു? ഞാനാകെ സർപ്രൈസ് ആയി. ഇവരെങ്ങനെ വന്നു? കാരണം മര്യാദക്ക് കുക്ക് ചെയ്തിട്ടില്ല, അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അവരെ സെലക്ട് ചെയ്തു. അതാണ് കഴിവ്, അന്ധഭയം വേണം എന്ന് പറയില്ലേ. അപ്പം അനുമോളെ എല്ലാവരും ഭയക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. ഒരു 5 മിനിറ്റ് കിട്ടിയാലും മതി, ഒരു സദ്യ ഉണ്ടാക്കും. സന്ധ്യാമ്മയും നെവിനും ഇവരാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്തിരിക്കുന്നത്. 8 ടീമിൽ നിന്നും 4 ടീമിനെയാണ് സെലക്ട് ചെയ്തത്. ഈ 4 ടീമിലും ഈ കഴിഞ്ഞ 3 ആഴ്ചയിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അനുമോള് വന്നിട്ടുണ്ട് അവസാനം വരെ. കഴിഞ്ഞ ആഴ്ച വന്നു, അതിന് മുന്നത്തെ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവർക്കാണ് ലാപ്ടോപ്പ് കിട്ടിയത്. ഈ ആഴ്ച ആർക്കായിരിക്കും? എന്തായിരിക്കും? ഭാവന തന്നെ വാണോളം പുകഴ്ത്തിയ ഹൽവയ്ക്കാണ്, ജിയോ മച്ചാനും ശ്രീവിദ്യയ്ക്കുമാണ് ഇന്നലത്തെ ദിവസത്തെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സത്യയുടെ വക ഒരു പ്രൈസ് ഉണ്ട്. എന്തായിരിക്കും? സ്പിൻ ചെയ്തു, അവർ വാഷിംഗ് മെഷീൻ എടുത്തു. ഇനിയെങ്കിലും തുണിയൊക്കെ ഒന്ന് അലക്കിയിട്ട് വാടേ എന്നാണ് ഡെയിൻ പറയുന്നത്. എന്തായാലും നല്ല കുക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഐറ്റമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നല്ല കുക്കിനെ കിട്ടാൻ വേണ്ടി പൂക്കീസ് ഒന്ന് ട്രൈ ചെയ്യുക. പൂക്കീസ് ഇതുപോലെ അവരെ ശല്യം ചെയ്തുകൊണ്ട് അവർ കുക്ക് സ്വന്തം മറ്റുള്ള ടീമിനെ ശല്യം ചെയ്യാം, പക്ഷെ സ്വന്തം ടീമിനെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ സമ്മതിക്കാതെ ശല്യം ചെയ്യുന്ന പൂക്കീസുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഐറ്റം ഒന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് കൈയടിച്ചിരിക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഐറ്റമൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മറ്റുള്ള ടീമിനെ ശല്യം ചെയ്യും. സ്വന്തം ടീമിനെ എന്തിനാണ് ശല്യം ചെയ്യുന്നത്? എസ്പെഷ്യലി നെവിൻ, അതുപോലെ ഡെയിനൊക്കെ സ്വന്തം ടീമിനെ തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വാഷിംഗ് മെഷീനുമായിട്ട് ജിയോ മച്ചാനും ശ്രീവിദ്യയും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അടുത്ത ആഴ്ച ആർക്കായിരിക്കും കിട്ടുക? എന്തായാലും അനുമോളുടെ ടീം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ള കുക്കീസൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഇതുപോലുള്ള ഐറ്റമൊക്കെ കിട്ടണമെങ്കിൽ ഇവരുടെയൊക്കെ ടീമിലേക്ക് വരണം. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ആരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് അതൊന്ന് കാണാം. രസമാണ്. നമുക്ക് ഈ 1.5 മണിക്കൂർ ഇങ്ങനെ ഇവിടെ വേദനെടുക്കും. ചിരിച്ച് കണ്ടിന്യൂസ് നമുക്ക് ചിരിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റർടൈൻ ചെയ്യാനൊക്കെ മനസ്സിനെ സന്തോഷിക്കാനും അപ്പോൾ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഷോ ഒന്ന് പോയി കാണാം. പിന്നെ ഇലക്ഷനാണ്, ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരും. കോഴിക്കോട് ബീച്ചിൽ എന്തൊക്കെ കാണേണ്ടി വരും പേടിക്കണ്ട. കോഴിക്കോട് ബീച്ചിൽ പ്രത്യേകിച്ചൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. അതായത് നമ്മുടെ തൃക്കാക്കര മണ്ഡലത്തിൽ അഖിൽമാരാർ ഭൂരിപക്ഷത്തോടു കൂടി കുറച്ച് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടാവും, കുറച്ച് സീറ്റൊക്കെ അടിക്കും. പക്ഷേ UDF ആണ് മുന്നിൽ. അങ്ങനെ അഖിൽമാരാർ MLA, വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ ആയിരുന്നു. ഇനി 5 വർഷം നല്ല രീതിയിൽ തോറ്റാലും കുഴപ്പമില്ല. 5 വർഷം നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും മത്സരിച്ചാൽ എന്തെങ്കിലുമൊക്കെ വോട്ട് കിട്ടും. അല്ലാതെ ഈ വോട്ടിൻ്റെ സമയത്ത് മാത്രമൊന്നും ഞാൻ എൻ്റെ സഹോദരിമാരോട് 10 പേര് ഇവിടെ താമസിക്കുന്ന അവിടെ താമസിക്കുന്ന സോപ്പ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. എൻ്റെ അഖിൽമാരാർ MLA ആവാൻ ആഗ്രഹിച്ച അഖിൽമാരാറെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് കൂടിക്കുന്നത് നമ്മുടെ UDF ആണ്. LDF നമ്മുടെ മിനിസ്റ്റർ എന്നുള്ളൊരു പേര് മാറ്റി പോയി എന്നൊക്കെയാണ് ഫേസ്ബുക്കിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് കേരളക്കരയിൽ ചുമന്ന കൊടി പാറുമോ അതോ കൈപ്പത്തി വിടരുമോ കൈപ്പത്തി പാറുമോ? താമര എന്തായാലും വിടരാൻ പോകുന്നില്ല, അത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. എന്നാലും അഖിൽമാർ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു, പക്ഷെ എല്ലാം പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാവരും ഇലക്ഷൻ ആഘോഷകരമാക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വൈകുന്നേരത്തെ ആ കൊട്ടുമേളും ഇതൊക്കെ കാണാൻ ഞാനും കാത്തിരിക്കുന്നു. എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സിലൊരു പാർട്ടി വിജയിക്കണമെന്നുണ്ടായിരുന്നു. ആ പാർട്ടി തന്നെയാണോ വിജയിച്ചത്? ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പാർട്ടി തന്നെയാണോ വിജയിച്ചതെന്നുള്ളത് അറിയാൻ ഞാനും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിയിൽ നടക്കട്ടെ. ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോവാം. ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ ഒരുപാട് പേരോടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം വേറൊന്നുകൊണ്ടല്ല, ഈ പറയുന്ന പോലെ ഒരാളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ റേക്കി ഹീൽ ചെയ്ത് മനസ്സിലാക്കി വരുമ്പോൾ അവരിപ്പോൾ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ് നടക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവർക്കെതിരെ ആഭിചാരം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി സംസാരിച്ച് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ കോള് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കൺസൾട്ടേഷൻ ഒരു ദിവസം നടത്താൻ പറ്റാത്തത്. അങ്ങനെയുള്ളവർക്ക് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ വരുന്ന കേസിൽ ബിസിനസ് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അവർക്കെതിരെ ആഭിചാരം ചെയ്തിട്ടിരിക്കുന്നു. എങ്ങനെയാല്ലേ? ഇപ്പോൾ നമ്മളൊരു 10-35 കേസ് എടുത്തതിൽ ഒരു 27-29 കേസോളം ആഭിചാരം ചെയ്തതിൻ്റെ പേരിൽ അത് ആരാ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ബന്ധുക്കൾ തന്നെ. അപ്പോൾ ഈ ബന്ധുക്കൾ തന്നെ എങ്ങനെയാണല്ലേ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെയുള്ള ആഭിചാരം ചെയ്യുന്ന ബന്ധുക്കളാണ് നമുക്കുള്ളതെന്ന് അറിയുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ആലോചിക്കും. പലരും ഷോക്കിംഗ് ആണിത് കേട്ടിട്ട്. പക്ഷേ നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ശരിയാണ് എന്നുള്ളത്. എന്തായാലും അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തീർച്ചയായിട്ടും നിങ്ങൾ 100% വിശ്വസിക്കുക, എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും അത് മാറ്റിയെടുക്കുക. ഈ ശത്രുദോഷം മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ആഭിചാര കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ വെക്കേണ്ട ബോട്ടിൽസ് വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. മറ്റുള്ളവർ നമുക്കെതിരെ എന്ത് ചെയ്താലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ അത് നമ്മളെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാമല്ലോ. നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏൽക്കണ്ട, തിരിച്ചത് പോട്ടെ. അതെവിടെ പോകുന്നു അത് തന്നവരിലേക്ക് പോകുമായിരിക്കും. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ ഏൽക്കരുത്. മറ്റുള്ളവർ നമ്മോടുള്ള ഓവർ സ്നേഹം കാരണം നമ്മൾ നശിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏൽക്കരുത്, അല്ലേ? അപ്പോൾ അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും നമ്മൾ എടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതിനെല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത് കാണുന്നവരോട് പറയാനുള്ളത്, നമ്മൾ മറ്റൊരാൾ നശിക്കാൻ വേണ്ടി ഒന്നും ചെയ്യല്ലേ. നമ്മൾക്ക് നന്നാവാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യാം. നമ്മൾ നന്നാവാം. നമ്മൾ അധ്വാനിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ പൈസ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ മണി എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ മാത്രം നിൽക്കില്ല. അതിന് ചക്രം എന്നും കൂടി പറയും. പൈസയെ ചക്രം. അതായത് ചക്രം ഒരാളുടെ കയ്യിൽ മാത്രമല്ല, അപ്പം ഇങ്ങനെ കറങ്ങി എല്ലാവരുടെയും കയ്യിലേക്ക് എത്തും. ആ വരുന്ന ചക്രത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എങ്ങനെ നോക്കുന്നു, എങ്ങനെ നമ്മൾ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മുടെ കയ്യിൽ നിൽക്കണോ പുറത്തേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളതിനെ റെസ്പെക്റ്റും സ്നേഹമൊക്കെ കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കൂടെ നിൽക്കില്ലേ? അതേപോലെ തന്നെ പൈസ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാരണം നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പണം സമ്പാദിക്കാൻ മാത്രം ശ്രമിക്കാതെ അത് നമ്മളിലേക്ക് ആകർഷിക്കാൻ പഠിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും ചിന്താഗതിയാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. എനിക്ക് പണം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പോസിറ്റീവായി ചിന്തിക്കൂ, പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകും. അത്ര സ്റ്റോൺസ് ആണ് കേട്ടോ ഈ ബ്രേസ്ലെറ്റിലുള്ളത്. ഈ യെല്ലോ കളറിലെ സ്റ്റോൺ കണ്ടോ, ഇതാണ് സിട്രിൻ. ഇത് നമ്മൾ വെൽത്തിനെ അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നു. ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു കോൺസെപ്റ്റിൽ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവന്ന് നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്ത് എത്തിക്കുന്നു. ഇത് കണ്ടോ, ഈ ഗോൾഡൻ കളറിൽ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ പൈറേറ്റ്. ഇത് സക്സസിനെയും കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. നമ്മളിലേക്ക് കോൺഫിഡൻസ് കൂട്ടുന്നു, അത് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നു. ഈ ഗ്രീൻ കളറിൽ കണ്ടോ, ഇതാണ് ഗ്രീൻ അവഞ്ചർ. ഇത് നമ്മളിലേക്ക് ലെക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. ടൈഗർ ഐ കണ്ടോ, ഇത് ഡിസിഷൻ മേക്കിങ്ങിനും കറേജിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ആരെയും പേടിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പ്രോബ്ലം ഒഴിവാകും. അങ്ങനെ ഇതെല്ലാം ഈ ക്രിസ്റ്റൽസ് നമ്മളിലേക്ക് കൊണ്ടുതരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കുക, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഈ ക്രിസ്റ്റൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവായി ചിന്തിക്കുക. ചിന്ത മാത്രമല്ല, ആക്ഷനാണ് ജീവിതത്തിന്റെ രഹസ്യം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ്. പലരുടെയും കയ്യിൽ, പല ഹീലേഴ്സിൻ്റെയും കയ്യിൽ, പല സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബ്രേസ്ലെറ്റ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു മാലയായിട്ടായിരിക്കും ധരിക്കുന്നത്.
ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഉണ്ടല്ലോ സെലിബ്രിറ്റികൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി ധരിച്ചതല്ല, അവർ ഹീൽ ചെയ്തിട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. റേക്കി ഹീലിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കണമെന്ന് അറിയാം. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വേണമെന്നുള്ളവർ നമ്മുടെ ഗുരുമന്ത്രയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേണമെന്നുള്ളവർ റേക്കി ഹീൽ ചെയ്ത് തന്നെ ധരിക്കുക കേട്ടോ. ചുമ്മാ വാങ്ങിച്ച് ധരിക്കാതെ റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റോൺസ് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമെന്ന് പറഞ്ഞ് തന്നെ ഓരോ സ്റ്റോൺസും ഓരോ ബ്രേസ്ലെറ്റ് ചോദിച്ച് വാങ്ങിക്കാം. ഇതൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ടൈഗർ, ബ്ലാക്ക് ഓപ്സിഡൈൻ, ഹെമറ്റൈറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സംരക്ഷണം നൽകുന്നു. ദൃഷ്ടിദോഷങ്ങൾ പോലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് ഈ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിലെ സ്റ്റോൺസിൻ്റെ എനർജി നമുക്ക് നൽകുന്നത്. ടൈഗർ ഐ ഉണ്ടല്ലോ, ഇതിലുള്ള ടൈഗർ ഐ ഉണ്ടല്ലോ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. ഹെമിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ മനസ്സിനെ ശക്തമാക്കുന്നു. ഫോക്കസ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി എല്ലാം നീക്കം ചെയ്യാനായിട്ട് ബ്ലാക്ക് ഒബ്സിഡിയനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പേടി, ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ദോഷകരമായ ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ധൈര്യവും ശക്തിയും നൽകുന്നു. ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയാണെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോൺസിനുണ്ട്. ധനം, ഭാഗ്യം, അതോടൊപ്പം തന്നെ വിജയങ്ങൾ നമ്മളെ ആകർഷിച്ച് എത്തുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതിന് വിജയം ഉറപ്പാണ്. അങ്ങനെ സക്സസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എനർജിയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണത്. ഇത് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്രം എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റും ഫ്രീ ആയിട്ട് ഗുരുമന്ത്രം നൽകുകയാണ്. ഗുരുമന്ത്രയിൽ നിന്നും നിങ്ങൾ ഏതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് സൗജന്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് വേണം നമ്മൾ ധരിക്കാൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഓരോ എനർജിയുള്ള സ്റ്റോൺസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാം. ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കേണ്ട ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഒരു സ്റ്റോണും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇത് അട്രാക്ഷനാണ്. ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു മറ്റുള്ളവരുടെ. അതിനാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടുള്ള പല റിലേഷനും, അത് ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, നിങ്ങൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരോടും തുറന്നൊന്ന് പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും കേട്ടോ. അതിനുള്ള എനർജി ഈ സ്റ്റോൺസിനുണ്ട്. ഇത് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ആട്ടോ. സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. ഹൃദയചക്രമില്ലേ, നമ്മുടെ ഹാർട്ട് ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ടും മാനസികമായി തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. മനഃശാന്തി നൽകുന്നു. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പ്രണയബന്ധം, കുടുംബബന്ധം, സൗഹൃദങ്ങൾ എന്നിവയ്ക്ക് മനസ്സിലാക്കി നമ്മളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കുന്നു. സെൽഫ് ലവ് വർദ്ധിക്കുന്നു. അതായത് സ്വയം വിശ്വാസവും സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു. പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നന്നായി ഇപ്പോൾ ഉറക്കമൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് പില്ലോയുടെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ ഒരു സ്റ്റോണിലെ എനർജി നമ്മുടെ എനർജിയെ അത്രത്തിൽ എത്തിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതൊക്കെ അതിനുള്ളൊരു പവർ ഈ നാച്ചുറൽ സ്റ്റോണിന് ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും